ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. എനിക്ക് എൻ്റെ പേർപ്പസിൽ ഒരു ക്ലാരിറ്റി വേണം. ഞാൻ എങ്ങോട്ട് ഈ ഡിവൈനിൽ നിന്ന് വന്നത്, എന്തിന് എങ്ങോട്ട് പോകണം എന്നുള്ളതിന് ഒരു ക്ലിയർ ക്ലാരിറ്റി എനിക്ക് കിട്ടണം. അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പോൾ വാട്ട്സ് യുവർ ഏജ്? ഞാൻ സാധാരണ ഏജ് ചോദിക്കാറില്ല, പക്ഷേ ഇത് വളരെ റാപ്പിഡ് ആയിട്ട് ചോദിക്കണ കാരണം. വാട്ട്സ് യുവർ ഏജ്? 30. 30. വാട്ട്സ് ദാറ്റ് യു ആർ ഡൂയിങ് നൗ? I mean, now I'm a teacher. Okay, you're a teacher. Why did you become a teacher? എന്തുകൊണ്ടാണ് നിങ്ങൾ ടീച്ചർ ആയത്? കുട്ടികളെ പഠിപ്പിക്കാൻ ഇഷ്ടമാണ്, ആളുകൾക്ക് എംപവർ ചെയ്യാനും ആളുകളെ ട്രാൻസ്ഫോം ചെയ്യാനും എനിക്കിഷ്ടമാണ്. ടീച്ചിങ്ങും ട്രെയിനിങ്ങും കോച്ചിങ്ങും ഞാൻ കൊടുക്കാറുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. നിങ്ങൾ ഇപ്പോൾ 30 വയസ്സ്. നിങ്ങൾ എത്ര വയസ്സിലാണ് റിട്ടയർ ചെയ്യാം? മരിക്കും, ഉറപ്പല്ലേ? ഓക്കെ, നിങ്ങൾ റിട്ടയർ കഴിഞ്ഞിട്ട് ഇപ്പം കുട്ടികളുണ്ടോ? ഉണ്ട്. എത്ര കുട്ടികളുണ്ട്? 2 പേര്. എത്ര വയസ്സായി? ഫസ്റ്റിന് 9 ഏജ്, സെക്കൻഡ് 5. ഓക്കെ, ഒരു 30 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിട്ടയർഡ് ആവും അല്ല? ഇന്ത്യയിൽ ഒരു 60 വയസ്സാന്ന് തോന്നുന്നു അല്ലേ റിട്ടയർമെന്റ്? അറിയാവോ? അങ്ങനെയൊന്നുമില്ല, ഡിപ്പെൻസ്. റിട്ടയർമെന്റ് വയസ്സ് എത്ര ഇവിടെ ഇന്ത്യയിൽ? 60, ആദ്യം 55, 57 ഒക്കെ ആയിരുന്നു. 60 കൂട്ടാം. അപ്പോഴേക്ക് നിങ്ങൾ ആദ്യത്തെ കുട്ടിക്ക് 39 വയസ്സായിട്ടുണ്ടാവും. ആ 39 വയസ്സുള്ള കുട്ടി റിട്ടയർ ആയിട്ടുള്ള നിങ്ങളെ കാണുമ്പം ഒരു ടീച്ചർ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ഹെഡ് ടീച്ചർ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൾ എന്ന നിലയിൽ ഒരുപാട് കുട്ടികളുടെ മാറ്റം വരുത്തി. അപ്പോഴേക്കിന് എത്രയോ 30 വയസ്സുള്ള ഒരുപാട് ആൾക്കാർ നിങ്ങളെ മാറ്റം വരുത്തിയിട്ടുണ്ടാവില്ലേ 30 വർഷത്തിന്? അപ്പോൾ ആ കുട്ടികൾക്ക്, നിങ്ങളെ മകൾക്ക് സന്തോഷം തോന്നും, എൻ്റെ മമ്മ ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയത്. അല്ലെങ്കിൽ നിങ്ങളെ മകനെ എവിടെയെങ്കിലും, മകളെ എവിടെയെങ്കിലും ഫോറിൻ കൺട്രിയിൽ പോകുമ്പോൾ അവിടെ നിന്ന് ആരെങ്കിലും പരിചയപ്പെടുക, ആ പരിചയപ്പെട്ട ആൾ പറയും നിൻ്റെ മദറാട്ടോ എന്നെ പഠിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക്, നിങ്ങളെ മകൾക്ക് സന്തോഷം തോന്നും. നിങ്ങളെ മകൾക്ക് സന്തോഷം തോന്നുക. അതെന്തിനാ നോക്കുന്നത്? എനിക്ക് സന്തോഷം ഉണ്ടാവും. Let me ask this. Would they feel? ഓക്കെ, ഇതേപോലെ തന്നെ നിങ്ങൾ ഈ കുട്ടികൾ, നിങ്ങൾ ഈ പഠിപ്പിച്ച കുട്ടികൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെ കണ്ടിട്ട് നിങ്ങളോട് പറയാം, ഞാൻ ടീച്ചർ എനിക്ക് ഓർമ്മയുണ്ട്, അപ്പോൾ നിങ്ങൾ പറയാം എനിക്കറിയില്ല, പറയാം നിങ്ങളാണ് എന്നെ പഠിപ്പിച്ചത്, എന്നെ ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച എൻ്റെ ക്ലാസ് ടീച്ചർ നിങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും? തീർച്ചയായിട്ടും. 0 to 10 എത്ര സന്തോഷം ഉണ്ടാവും? 100% 10. ഉറപ്പാണോ? ഉറപ്പന്നെയാണ്. ഈ 65-60 വയസ്സിൽ ഈ ഒരു സമയത്ത് തന്നെ നമ്മളടുത്ത് ഞാന് ഒരു പ്രീ KGയിൽ പഠിപ്പിച്ചപ്പോൾ ഉള്ള കുട്ടികള് ഇപ്പം വലുതായി, 4ാം ക്ലാസ്സിലൊക്കെ എത്തി. ആ കുട്ടികള് എനിക്ക് തന്നെ മനസ്സിലായില്ല. കഴിഞ്ഞ ദിവസം വന്ന് എൻ്റെ മാം എന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് വിളിച്ച് വന്നപ്പോഴാണ് എൻ്റെ മകളെ പറഞ്ഞത്, അത് ഉമ്മാന്റെ എന്താണ് ഉമ്മ പഠിപ്പിച്ചതാണ്, ഉമ്മ പഠിപ്പിച്ച കുട്ടിയാണെന്ന് എൻ്റെ മകൾ എന്നെ കാണിച്ചു തന്നത്. പക്ഷെ സന്തോഷം തോന്നിയില്ല അതില്? സന്തോഷം തോന്നി. ബാക്കി എല്ലാരും ഇങ്ങനെ നോക്കല്ലേ, നമ്മളൊരു ആളെ അവിടെ നിൽക്കുമ്പോ എല്ലാരും ഇങ്ങനെ നോക്കല്ലേ, എന്നെ പഠിപ്പിച്ചത് മാമാന്ന് പറഞ്ഞു വരുമ്പോ സന്തോഷം തന്നെയാണ്. അവര് നല്ല പൊസിഷനിൽ എത്തി കാണുമ്പോഴാണ് ഒന്നും കൂടെ സന്തോഷം. തീർച്ചയായിട്ടും. അപ്പോൾ കാരണം 30 വർഷം കൂടെ കഴിഞ്ഞാൽ അവർ വേറെ സ്ഥലത്ത് എത്തിയിട്ടുണ്ടാവില്ലേ? അതെ. തീർച്ചയല്ലേ? അതെ. ലോകത്ത് വെച്ച് ഏറ്റവും നല്ല ജോലി ഏതാണെന്നറിയോ? ഏറ്റവും നല്ല ജോലി അറിവ് പഠിപ്പിച്ചു കൊടുക്കാന്നുണ്ട്. എക്സാക്ട്ലി, അതല്ലേ നിങ്ങൾ ചെയ്യണത്? അതെ, അതല്ലേ നിങ്ങളെ പർപ്പസ്? അതല്ലേ നിങ്ങളെ പർപ്പസ് അല്ലേ? എന്റെ പർപ്പസ് അതാണെന്ന്. പക്ഷെ ആ ഒരു നിഷ് കോർ ഏരിയ അതാണ്. Do you agree that that's your purpose? Your purpose is to add value in people's life by educating them and teaching them with new knowledge. അതെ, കാരണം അതാണെന്ന് എനിക്ക് ഒരു ഉറപ്പുള്ളത് കൊണ്ട് ഞാനിങ്ങനെ പല ഏരിയയിൽ കൂടെ ടച്ച് ചെയ്യാത്ത. We'll come to that. First, let's agree upon this one. ആണോ? Yes. 0 to 10, how much? 9. ഓക്കെ, ഇനി എന്താണ് പഠിപ്പിക്കണത്?
എന്താണ് ഇപ്പൊ ഞാന് ലേണിംഗ് ഡിഫിക്കൽട്ടി ഒക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അത് ട്രാൻസ്ഫോർമേഷൻ നൽകുന്നുണ്ട്. ആളുകൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിന് എംപവർമെന്റ് ഫിനാൻഷ്യലി മെന്റലി ആളുകളെ എംപവർ ചെയ്യുന്നുണ്ട് ഞാൻ ഇത് നിങ്ങളിപ്പം ഹെൽപ്പ് ചെയ്യുന്ന ഫിസിക്കലി ഡിസേബിൾഡ് അല്ലെങ്കിൽ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരാണോ? രണ്ടുമല്ല, പിന്നെ നോർമൽ സ്റ്റുഡൻസ് ആയിരിക്കും, പക്ഷെ അവര് വീക്ക് ആയിരിക്കും. സ്റ്റുഡൻസ് സ്കൂളിലാണോ? സ്കൂളിലെ സ്റ്റുഡൻസിനെ വീക്ക് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ട് അവരെ എംപവർ ചെയ്യും. ഇസ് ഇറ്റ് കറക്റ്റ്? അത് മറ്റേ ടീച്ചറിനെക്കാളും സ്റ്റഫ് അല്ലേ അത് ചെയ്യാൻ ആ ജോലി? അതെ, നല്ല അവരൊക്കെ ഒഴിവാക്കിയ കുട്ടികളല്ല ഇത്. എക്സാക്ട്ലി കുട്ടികളാണല്ലോ. ഓക്കെ. അപ്പോൾ നിങ്ങളത് ഏറ്റെടുക്കുകയല്ലേ? നിങ്ങളെ മേത്ത് അത് ഇട്ടതാണോ? they asked you to do it or you were okay to do it? അത് ഞാനത് ആ സ്കിൽ അങ്ങനെയുള്ള കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നത് പഠിപ്പിച്ചു. അപ്പൊ ഞാനത് എന്റെ അടുത്തേക്ക് വരുന്ന കുട്ടികൾക്ക് ഞാനത് പഠിപ്പിച്ചു നിങ്ങൾ കൊടുക്കും. എന്തിനാ അത് പഠിക്കാൻ പോയത്? വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നല്ലോ പഠിക്കാൻ. എന്തുകൊണ്ട് അത് പഠിക്കാൻ പോയി? വേറെ എന്തൊക്കെയോ പഠിച്ചിട്ടാ ലാസ്റ്റ് ഇവിടെ എത്തിയത്. വേറെ എല്ലാം പഠിച്ചിട്ട് എഞ്ചിനീയർ ആണ്, ബേസിക്കലി എഞ്ചിനീയർ ആണ്, സൈക്കോളജിസ്റ്റ് ആണ്, ലാസ്റ്റ് ആണ് ഇവിടെ എത്തിയത്. ഇത് എടുക്കാനുള്ള കാരണം നിങ്ങൾക്ക് ഇതിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ടോ? കുട്ടി നല്ലോണം എന്താണ് പാരന്റ്സ് വരെ ഉപേക്ഷിച്ചിട്ട് അവിടെ കൊണ്ടിടുന്ന കുട്ടികളുണ്ടായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. ആ കുട്ടി എനിക്ക് ഫസ്റ്റ് ഇൻസ്പയർ ആയത് ആ കുട്ടീൽ നിന്ന്. ആ കുട്ടി ഫിസിക്കലി ഡിസേബിൾഡ് ആണ്, പക്ഷെ മെന്റലിയും ഡിസേബിൾഡ് ആണ്. പാരന്റ്സിന് ഒരു യാത്ര പോകാൻ വേണ്ടിയിട്ട് കുട്ടീനെ അവിടെ കൊണ്ടിട്ട്, പക്ഷെ ആ കുട്ടി ഒന്നും അറിയാത്തൊരു ബേബീനെ പോലെയായിരുന്നു. പക്ഷെ ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുത്ത സമയത്ത് ആ കുട്ടീന്റെ കണ്ണുകളിൽ കൂടെയും ആ പാരന്റ്സിന്റെ കണ്ണുകളിൽ കൂടെയും കണ്ട ആ കാഴ്ചയാണ് എന്നെ വീണ്ടും ഇതിലേക്ക് തന്നെ എത്തിച്ചത്. പണത്തിനേക്കാളും വലുതല്ല നിങ്ങൾ ചെയ്തത്. അതെ 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 അതെ. സന്തോഷം കണ്ടെത്തിയോ? സന്തോഷമുണ്ട്. 0 to 10 how much was your happiness and fulfillment? 10 തന്നെയാ. അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ ജോലി വിട്ടിട്ട് വേറൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് എന്തോ ഭാഗ്യം കൊണ്ടാണ്, എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല. എത്ര പേര് അംഗീകരിക്കേണ്ടത്? യെസ് എന്ന്. അത് എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല. നിങ്ങൾക്ക് ആദ്യം കിട്ടിയ യു ബിക്കേം എ ടീച്ചർ. ലെറ്റ് മീ ടെൽ യു, ടീച്ചർ എന്നുള്ള പദം ഏറ്റവും റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള പദമാണ്. ഞാൻ ടീച്ചറാണ്. My name is teacher. Sensi means teacher. My name is teacher and my title is teacher. And you are a teacher, so you are proud of it. And number 2, നിങ്ങൾ ചെയ്യുന്ന ജോബ് ഉണ്ടല്ലോ, അത് ഇവിടെയും വേറെ സ്ഥലത്തും ഭയങ്കര ഉപകാരം ചെയ്യുന്ന സാധനം. Is that right? Do you agree to that? Yeah, yes. So don't look for your purpose, because you have been set for the right place at the right time for the right audience. Do you agree? Okay. Don't beat around the bush looking for something. ഹിന്ദിയിൽ ഒരു കവിത ഉണ്ട്, അതായത് മൃഗയ, ദാറ്റ് ഇസ് എനിക്കറിയില്ല മലയാളത്തിൽ എന്താ പറയാന്നുള്ള, ഒരു ഹിരൺ മീൻസ് മാൻ്റെ വയറ്റത്ത് കസ്തൂരിമാൻ എന്ന് പറയും. അത് കസ്തൂരി തേടി പോണ മാന, പക്ഷെ കസ്തൂരി അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. സിമിലർലി യു ഹാവ് ബീൻ ഗിവൺ ദ റൈറ്റ് പ്ലേസ് ബിക്കോസ് ഓഫ് യുവർ വിഷ്. യു ഹാവ് ബീൻ പുട്ട് ഇൻ ദ റൈറ്റ് പ്ലേസ്. നൗ ഡോണ്ട് ഗോ ആൻഡ് ലുക്ക് ഫോർ സംതിങ് എൽസ്. മറ്റുള്ളവർക്ക് ആർക്കും ക്ലാരിറ്റി ഉള്ള വ്യക്തിയാണ് ഞാൻ അവിടെ ഇരുത്തിയിട്ട് ഞാനത് അവരുടെ പർപ്പസ് ക്ലിയർ ചെയ്ത് കൊടുക്കും. ബട്ട് ഇൻ യുവർ കേസ് ഐ വോണ്ട് ഡു ദാറ്റ് ബിക്കോസ് യു ആർ ഇൻ ദ റൈറ്റ് പ്ലേസ്. How many of you agree? Say yes. You have to agree. People are agreeing, but you have to agree that you are in the right place for a right purpose. വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ചെയ്യാൻ പറ്റില്ല. റൈറ്റ് പ്ലേസ് ആണ് സർ. പക്ഷെ ഞാൻ എന്താണ് ബാക്കിയുള്ള വേറെ കാര്യങ്ങൾ ചെയ്യുന്നോണ്ട് ഞാൻ ഏതിലാ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ക്ലാരിറ്റി ഇല്ലാത്തതാണ് എന്റെ പ്രശ്നം. എന്ത് ക്ലാരിറ്റി? ഇവിടെ തന്നെ ക്ലാരിറ്റി വന്നിട്ടുണ്ടല്ലോ. യു ആർ ഡൂയിങ് ദിസ് ദ റൈറ്റ് വേ. ഞാൻ അതിൽ മുമ്പോട്ട് പോകുന്ന സമയത്ത് പക്ഷെ ഞാൻ പഠിച്ച വേറെയും കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ ഞാൻ അതും എനിക്ക് ചെയ്യാൻ പറ്റും. അതും എനിക്ക് 100% ചെയ്യാൻ പറ്റും. ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും ആളുകൾക്ക്. ഈ പിന്നെ പഠനത്തിൽ വീക്കായുള്ള കുട്ടികൾക്ക്, ഡിസേബിൾഡ് അല്ലാത്ത കുട്ടികളെ ഞാൻ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അതേസമയം എനിക്ക് ഫിനാൻഷ്യലിയോ മെന്റലിയോ വീക്കായിട്ടുള്ള ആളുകളെയും എനിക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ അതാണോ ഇതാണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ഓക്കെ, ഇവിടെ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ഇപ്പൊ നിങ്ങൾ ചെയ്യണ്ട അതിന് എ എന്ന് വിളിക്കാം. ഓക്കെ, ഞാൻ ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് ടു ബി കൺഫ്യൂസ്ഡ്. അതിന് എ എന്ന് വിളിക്കാം. നിങ്ങൾ രണ്ടാമത്തെ പറഞ്ഞതിന് ബി എന്ന് വിളിക്കാം. ഓക്കെ, ഈ എ 0 to 10, where do you stand in your happiness, fulfillment, money, whatever it is? Where do you stand? 0 to 10. 9. What about the other one? ഇപ്പൊ രണ്ടാമത്തെ പറഞ്ഞ ബി ഇല്ലേ, അതും എനിക്ക് 9 തന്നെയാണ്. It can't be both. If there is one
1 millimeter difference, 1 centimeter difference, 1 inch difference, 1% difference, which is high? ഫസ്റ്റ് വണ്ണിൽ ഞാൻ കോൺഫിഡന്റ് ആണ്, എയിൽ കോൺഫിഡന്റ് ആണ്, ബിയിൽ ആ കോൺഫിഡൻസിന് ഇത്തിരി കുറവുണ്ട്. അപ്പോൾ ഇതിന് മാർക്ക് കൊടുക്കുക, നിങ്ങൾ പറയാം. ഐ ഹാവ് നോ ഐഡിയ, യു ടെൽ. Where can you perform the best? That's my question. Where can you perform the best? കാരണം എപ്പോഴും മനസ്സിലാക്കുക, ഐ വോണ്ട് എവ്രി വൺ ടു അണ്ടർസ്റ്റാൻഡ്, പർപ്പസ് ഇസ് നോട്ട് അബൌട്ട് യു, പർപ്പസ് ഇസ് അബൌട്ട് അതേഴ്സ്. നമ്മൾ പാഷൻ എന്നും പറഞ്ഞ് 2 വാക്കാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഐ വോണ്ട് എവ്രി വൺ ടു ടൈപ്പ് PP. ഐ വോണ്ട് എവ്രി വൺ ടു ടൈപ്പ് PP, പ്ലീസ്. നിങ്ങളുടെ പേരെന്തോന്ന് പറയണ്ട കേട്ടോ. I want everyone to type PP. The first P is passion. Passion എന്ന് വെച്ചാൽ teaching is my passion. Teaching is my passion. Teaching airline subject is my passion. Teaching martial art is my passion. അപ്പം ടീച്ചിങ് മാത്രം പോരാ, പാഷൻ എന്താണ്? ചിലപ്പോൾ ഡിസൈനിങ് ഇസ് മൈ പാഷൻ, ഇൻറ്റീരിയർ ഡെക്കറേഷൻ ഇസ് മൈ പാഷൻ, എഞ്ചിനീയറിംഗ് ഇസ് മൈ പാഷൻ, ക്രാഫ്റ്റ് ഇസ് മൈ പാഷൻ, നമ്പർ 1. അല്ലെങ്കിൽ മേക്കിംഗ് ഫുഡ് ഇസ് മൈ പാഷൻ. പക്ഷേ പർപ്പസ് എന്താണെന്ന് അറിയോ? നിങ്ങളെക്കുറിച്ചല്ല. Passion is about you, purpose is about somebody else. എത്ര പേർക്ക് മനസ്സിലായി? ക്രിസ്റ്റൽ ക്ലിയർ എന്ന് ടൈപ്പ് ചെയ്യാം. പർപ്പസ്, ഞാൻ ചിലപ്പം ഭക്ഷണം ഉണ്ടാക്കണമായിരിക്കും എൻ്റെ പാഷൻ, പക്ഷെ ആ ഭക്ഷണം തീറ്റിച്ചിട്ട് മറ്റുള്ള ആളുടെ സന്തോഷം കണ്ടെത്തണം, അതാണ് പർപ്പസ്. ഹൗ മെനി ഓഫ് യു ഗോട്ട് ഇറ്റ്? എത്ര പേർക്ക് മനസ്സിലായി? ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ആ ഭക്ഷണം മറ്റാളെ കൊണ്ട് കഴിപ്പിച്ചിട്ട് ആ മറ്റാൾ പറയാം സൂപ്പർ, എൻ്റെ വയറൊന്ന് അറിഞ്ഞു കിട്ടോ എന്ന് പറഞ്ഞ്, അതിനാണ് പർപ്പസ് എന്ന് പറയാം. നിങ്ങളിവിടെ ചെയ്യുന്ന പാഷൻ വെച്ചാൽ ടീച്ചിങ് ആണ് നിങ്ങളെ പാഷന്. പർപ്പസ് മറ്റുള്ളൊരു ജീവിതത്തിൽ വെളിച്ചം കണ്ടെത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളെ പർപ്പസ്. ആർ യു വിത്ത് മീ? ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ അഗ്രി ചെയ്യുന്നു 100%. So you have got your purpose, my dear. You have found out your purpose. But ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ എൻ്റെ ലോ ഓഫ് ദ കപ്പ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. എനിക്കിപ്പോൾ മനസ്സിലാവും നിങ്ങൾ എന്താ അറിയോ, ഫുൾ കൺഫ്യൂഷൻ്റെ ആളാണ് കേട്ടോ. നിങ്ങൾ ഇൻസൈഡ് യു ആർ ഡൗട്ടിങ് യുവർ സെൽഫ്. യു വിത്ത് മീ? Yeah, that's clear. I'm talking from experience. പോയിട്ട് ആ പ്രോഗ്രാം ചെയ്യാം. ഓക്കെ, ലോ ഓഫ് ദ കപ്പ് യൂട്യൂബിൽ പോവുക, അത് മലയാളത്തിലും ഇംഗ്ലീഷിലും, അത് പോയി ചെയ്തിട്ട് യു വെരിഫൈ വേർ യു സ്റ്റാൻഡ്, വെദർ യു ബ്രോക്കൺ കപ്പ് ഓർ വെദർ യു ആർ എ സ്മോൾ കപ്പ്, വെദർ യു ആർ സോഫ്റ്റ് കപ്പ്, വെദർ യു ആർ ബിഗ് സ്ട്രോങ് കപ്പ്, അത് ഐഡൻറ്റിഫൈ ചെയ്യുക. പിന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക വെദർ യു ആർ ക്രാക്കിംഗ് ഫ്രം ഇൻസൈഡ് ഓർ ക്രാക്കിംഗ് ഫ്രം ഔട്ട്സൈഡ്. അത് കഴിഞ്ഞിട്ട് ക്രാക്ക് മാനേജ്മെൻറ്റ് പഠിക്കുക. അതൊക്കെ നമ്മൾ പ്രോഗ്രാംസ് ഉണ്ട്, അതിലൊക്കെ വന്ന് ജോയിൻ ചെയ്ത് അതൊക്കെ ജസ്റ്റ് ഗോ ആൻഡ് ചെക്ക് ഫോർ. നിങ്ങൾ എനിക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി, ഐ ഷെയർ യു ദ ലിങ്ക്. ഓക്കെ, ഹാപ്പി നൗ? Stick on to what you are. You're on the right place. Okay? Okay, thank you. Thank you very much. Let's go for the next question, please.